കാബോ വെർഡെ ആഫ്രിക്കയിലെ ഒരു കുഞ്ഞൻ രാജ്യമാണ്. അവിടുത്തെ മൊത്തം ജനസംഖ്യ വെറും 6 ലക്ഷം മാത്രം. എൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിലെ ജനസംഖ്യ 12 ലക്ഷമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ജനസംഖ്യയുടെ പകുതി മാത്രമാണ് കാബോ വെർഡെയിലുള്ളത്. ഇപ്പോഴെന്തിനാണ് ഞാൻ കാബോ വെർഡെയെക്കുറിച്ച് പറയുന്നത്? ഇപ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ കാബോ വെർഡെ യോഗ്യത നേടിയെന്ന് മാത്രമല്ല, ശക്തരായ സ്പെയിനിനെ അവർ സമനിലയ്ക്ക് തളയ്ക്കുകയും ചെയ്തു. വെറും 6 ലക്ഷം മാത്രം ജനസംഖ്യ. എന്നാൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 150 കോടി ജനങ്ങളുണ്ട്. 150 കോടി ജനങ്ങളുണ്ടായിട്ടും എന്തുകൊണ്ട് ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ കളിക്കാൻ ഒരു യോഗ്യത പോലും കിട്ടുന്നില്ല? തീർത്തും ദുർബലമായിട്ടുള്ള ഒരു ഫുട്ബോൾ രാജ്യമായിട്ട് ഇന്ത്യ മാറാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിലുള്ള ആളുകൾക്ക് സ്റ്റാമിന കുറവാണ്, ഇന്ത്യക്ക് അത്തരത്തിലുള്ള കളികളൊന്നും കളിക്കാനോ ഓടാനോ ഒന്നും സാധിക്കില്ലെന്ന് മാത്രം എന്നോട് പറയരുത്. ഞാനിവിടെ പറയുന്നത് 100 പേരുടെയോ 1 ലക്ഷം പേരുടെയോ 10 ലക്ഷം പേരുടെയോ 1 കോടി പേരുടെയോ ഒന്നുമല്ല, 150 കോടി ജനങ്ങളാണ്. അതിൽ നിന്നും ലോകോത്തര നിലവാരമുള്ള ഒരു 15 പേരെ ഒപ്പിക്കാൻ അത്ര പ്രയാസമുള്ള ഒരു കാര്യമൊന്നുമല്ല. വേൾഡ് കപ്പ് നേടുന്നതിനെക്കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. വേൾഡ് കപ്പ് ഒന്നും നേടണ്ട, പക്ഷേ ഏതെങ്കിലും ഒരു വേൾഡ് കപ്പിൽ വെറുതെ ഒന്ന് കളിക്കാനുള്ള യോഗ്യതയെങ്കിലും ഇന്ത്യക്ക് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? നമ്മളുടെ സ്റ്റാമിനയൊന്നുമല്ല റീസൺ. അതിൻ്റെ പിന്നിൽ വേറെ കുറേ റീസൺസ് ഉണ്ട്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഡോക്യുമെൻ്ററീസും ഇൻ്റർവ്യൂസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കായിട്ട് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം. കോടിക്കണക്കിന് രൂപ ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി അടുത്ത 4-5 വർഷത്തേക്ക് ഉപയോഗിക്കുന്നു എന്ന് വെറുതെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക. പണം എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, 100 കോടിയോ 1000 കോടിയോ 10,000 കോടിയോ 1 ലക്ഷം കോടിയോ 1 കോടി കോടിയോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, എത്ര കോടി മുടക്കിയാലും അടുത്ത തവണ ഇന്ത്യ ലോകകപ്പ് കളിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം പണത്തിനല്ല ഇവിടെ പ്രാധാന്യം. ഇത്രയൊന്നും പണമില്ലാതെ തന്നെ അനേകം രാജ്യങ്ങൾ ലോകകപ്പ് കളിക്കുന്നുണ്ട്. നിലവിലുള്ള 20 വയസ്സുകാരെയോ 15 വയസ്സുകാരെയോ അല്ലെങ്കിൽ 25-30 വയസ്സ് പ്രായമുള്ള ആളുകളെയൊക്കെ എടുത്ത് പരിശീലിപ്പിച്ച് നിരന്തരമായി പ്രോത്സാഹനം കൊടുത്ത് പണം കൊടുത്ത് മികച്ച ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമൊക്കെ കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം വേൾഡ് കപ്പ് കളിക്കുക അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ നിരന്തരമായി മത്സരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വേറെ പല കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് നമുക്ക് ചൈന എടുക്കാം. ഇന്ത്യ നേരിടുന്ന ഏതാണ്ട് അതേ പ്രതിസന്ധിയൊക്കെ തന്നെയാണ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ചൈന നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചൈനയിലെ ജനസംഖ്യ ഏതാണ്ട് ഇന്ത്യയുടെ അത്രയും തന്നെയുണ്ട്. അത്രയും വലിയ ജനസംഖ്യ ഉണ്ടായിട്ടും കോടിക്കണക്കിന് പണം ചെലവഴിച്ചിട്ടും ചൈനയ്ക്ക് വേൾഡ് കപ്പ് കളിക്കാൻ പറ്റുന്നില്ല. ലോകകപ്പിൽ യോഗ്യത നേടാൻ വേണ്ടി മാത്രം ചൈന കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കോടിക്കണക്കിന് ഡോളേഴ്സാണ് അവരുടെ ഫുട്ബോൾ മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിലൊക്കെ മാൻഡേറ്ററി ആയി നിർബന്ധമായിട്ടും ഫുട്ബോൾ ടീം ഉണ്ടായിരിക്കണം, നിരന്തരമായി പരിശീലനം കൊടുത്തിരിക്കണം. ചൈനയുടെ ഡൊമസ്റ്റിക് ഫുട്ബോൾ ക്ലബ്ബുകളിൽ മത്സരിക്കാനായിട്ട് ലോകത്തിൻ്റെ പല കോണിൽ നിന്നും കോടികൾ കൊടുത്ത് പ്രശസ്തരായിട്ടുള്ള ഫുട്ബോൾ താരങ്ങളെ അവർ കൊണ്ടുവന്നു. എന്നാൽ അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു? കുറച്ച് വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ ഫുട്ബോൾ ക്ലബ്ബുകളൊക്കെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തി വീണു. ഈ ഫുട്ബോൾ കളിക്കാരെ മുൻനിർത്തി ഒരുപാട് ചെറുപ്പക്കാരെ ഫുട്ബോളിലേക്ക് ആകർഷിക്കാമെന്നും അവരിലൂടെ ഒരുപാട് എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കുമെന്നും ഒക്കെയാണ് ചൈന തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയൊന്നും നമുക്ക് ഫുട്ബോളിൻ്റെ കൾച്ചറിലേക്ക് ഇഴുകിച്ചേരാൻ സാധിക്കില്ല. പണം കൊടുത്ത് മേടിക്കാൻ സാധിക്കുന്നതല്ല ഫുട്ബോൾ കൾച്ചർ. അതിന് അതിൻ്റേതായിട്ടുള്ള ചില രീതികളുണ്ട്. 20-ാമത്തെ വയസ്സിലോ 15-ാമത്തെ വയസ്സിലോ അല്ലെങ്കിൽ ഒരു 10-ാമത്തെ വയസ്സിലോ ഒരു പയ്യനെ കണ്ടെത്തി പരിശീലനം കൊടുത്ത് ലോകോത്തര താരമാക്കി മാറ്റാനൊന്നും സാധിക്കില്ല. ഏറ്റവും ചെറിയ പ്രായത്തിൽ ആ പയ്യൻ ശരിക്കും ഒന്ന് ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ആ പയ്യനെ തിരിച്ചറിയാൻ സാധിക്കണം. ഒരു 5 വയസ്സ് 6 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടികളെ തിരിച്ചറിയണം. അവർ ഏതൊക്കെ അത്ലറ്റിക് വിഭാഗങ്ങളിൽ മത്സരിക്കാൻ കെൽപ്പുള്ളവരാണെന്ന് മനസ്സിലാക്കണം. ഫുട്ബോൾ താരങ്ങളാകാൻ കെൽപ്പുണ്ടെങ്കിൽ അവരെ പ്രത്യേകമായി സെലക്ട് ചെയ്ത് ഒരു സ്ട്രക്ചേർഡ് സിസ്റ്റത്തിലൂടെ കടത്തിവിടണം. ആ സ്ട്രക്ചേർഡ് സിസ്റ്റത്തിൽ അവർക്ക് പരിശീലനം കൊടുക്കാൻ ലോകോത്തര കോച്ചുമാരുണ്ടായിരിക്കണം. ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ അവിടെ വേണം ഉപയോഗിക്കാൻ. അല്ലാതെ 25-30 വയസ്സ് പ്രായമുള്ള ആളുകൾക്ക് അത്തരം ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾ കൊടുത്തതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രയോജനമില്ല. ഫുട്ബോളിൽ ഒരു രീതിയിലുള്ള മാറ്റവും ഉണ്ടാകില്ലെന്നല്ല, മാറ്റങ്ങൾ ഉണ്ടാകും, പക്ഷേ ആ മാറ്റമൊന്നും മതിയാകില്ല ലോകകപ്പിന് യോഗ്യത നേടാൻ. അതായത് കോടിക്കണക്കിന് പണമോ
കോടിക്കണക്കിന് മനുഷ്യരോ ഒരു രാജ്യത്തുണ്ടായതുകൊണ്ട് അവിടെ ഒരു ഫുട്ബോൾ കൾച്ചർ ഉണ്ടാകില്ല. അവിടെ നിന്ന് ആർക്കും ലോകകപ്പിൽ ഒന്ന് കളിക്കാൻ പോലും സാധിക്കില്ല. വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് അവിടെ ഒരു കാണിയെപ്പോലിരുന്ന് കണ്ടാസ്വദിക്കുക. ഈ 5 വയസ്സിൻ്റെ കാര്യം ഞാൻ ചുമ്മാതങ്ങ് ഊഹിച്ചു പറഞ്ഞതൊന്നുമല്ല. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഫുട്ബോളറിൽ ഒരാളായ സുനിൽ ഛേത്രി, അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഗോളുകൾ അടിച്ചിട്ടുള്ള 4ാമത്തെ താരം കൂടിയാണ്. ലയണൽ മെസ്സിയുടെ കൂടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെയുമാണ് അദ്ദേഹം ആ ലിസ്റ്റിൽ എത്തപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇതേ 5 വയസ്സിൻ്റെ കണക്ക് തന്നെയാണ്. ജപ്പാനോ അമേരിക്കയോ ഒക്കെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. 5ാമത്തെ വയസ്സിൽ തന്നെ അവർ ഒരു ടാലൻറ്റിനെ കണ്ടെത്തും. അപ്പോൾ കണ്ടെത്തിയിട്ടേ കാര്യമുള്ളൂ ഒരു ലോകോത്തര ഫുട്ബോളറാക്കി മാറ്റിയെടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മികച്ച ഫുട്ബോളറാക്കി, ഒരു ഇന്ത്യൻ ഫുട്ബോളറാക്കി, അല്ലെങ്കിൽ ഒരു സൗത്ത് ഇന്ത്യൻ ഫുട്ബോളറാക്കി മാത്രം അദ്ദേഹത്തെ വാർത്തെടുക്കാം. 5ാമത്തെ വയസ്സ് മുതൽ അവർ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് പോലും സർക്കാർ തീരുമാനിക്കും, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ സിസ്റ്റം തീരുമാനിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ, അവരുടെ ഭാവിയെ വാർത്തെടുക്കാൻ സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അതിലൂടെ വളർന്നു വരുന്നവർ ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സ് ആയിരിക്കും. ആ ലോകോത്തര നിലവാരമുള്ള ഫുട്ബോൾ പ്ലെയേഴ്സിനോടൊപ്പം നമ്മുടെ ഫുട്ബോൾ ടീം മത്സരിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലാകുന്ന ചില റീലുകളുണ്ട്. ഏതെങ്കിലും ഒരു ഇന്ത്യൻ പയ്യൻ, അവൻ ആൻഡമാനിലുള്ള പയ്യനായിരിക്കാം, ഇങ്ങ് കേരളത്തിലുള്ള പയ്യനായിരിക്കാം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു പയ്യനായിരിക്കാം. അവൻ്റെ സ്കില്ല് അപാരമായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ എവിടെയും എത്തപ്പെടില്ല. 5 വയസ്സോ 6 വയസ്സോ അല്ലെങ്കിൽ ഒരു 8 വയസ്സോ ഒക്കെയുള്ള പയ്യനായിരിക്കും. നല്ല സ്കില്ലുണ്ടായിരിക്കും. പക്ഷേ അങ്ങനൊരു പയ്യൻ ഇന്ത്യയുടെ ഏതോ ഒരു കോണിലുണ്ടെന്ന്, ഏതോ ഒരു ചെളിക്കുഴിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇന്ത്യൻ ഫുട്ബോൾ സിസ്റ്റം അറിയുന്നേയില്ല. കാരണം അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്കൗട്ടിംഗ് സിസ്റ്റം തന്നെ ഇന്ത്യക്കില്ല. മുംബൈയിലുള്ള ഒരു പയ്യനെ ഒരു പക്ഷേ തിരിച്ചറിയാൻ സാധിച്ചേക്കും, അല്ലെങ്കിൽ ബംഗളൂരുവിലുള്ള ഒരു പയ്യനെ തിരിച്ചറിയാൻ സാധിച്ചിരിക്കും. പക്ഷേ അവിടെ മാത്രമല്ലല്ലോ ഫുട്ബോളേഴ്സ് ഉള്ളത്. ഇന്ത്യയുടെ പല കോണുകളിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മുംബൈയിലും ബംഗളൂരിലും ഒന്നുമല്ല ഫുട്ബോളിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകളുള്ളത്. പക്ഷേ നമ്മുടെ ഫുട്ബോൾ സിസ്റ്റം പൂർണ്ണമായിട്ടും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം ടൗണുകളിൽ അല്ലെങ്കിൽ സിറ്റികളിലാണ്. സുനിൽ ഛേത്രി പറയുന്നത് ഒരു ജനറേഷനിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്ന അത്ഭുത ബാലന്മാർ അതങ്ങ് അർജൻറ്റീനയിലോ സ്പെയിനിലോ അല്ലെങ്കിൽ ബ്രസീലിലോ മാത്രമല്ല ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉൾഗ്രാമങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിലൊക്കെ അവർക്ക് അവരുടെ സ്കില്ല് ഉപയോഗിച്ച് ആളുകളെ അത്ഭുതപ്പെടുത്താൻ സാധിക്കും. എന്നാൽ ആ സ്കില്ലുകൾ പിന്നീട് മൂർച്ചയില്ലാതെ ഒന്നുമല്ലാതായി മാറും. പാവപ്പെട്ട കുടുംബങ്ങളിൽ പെട്ടിട്ടുള്ള ആളുകളായിരിക്കും അവർ പലരും. അങ്ങനെയുള്ള ആളുകൾക്ക് നിലനിൽക്കണമെങ്കിൽ, ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിച്ചു പോകണമെങ്കിൽ അങ്ങനെ ഫുട്ബോൾ കളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഒടുവിൽ അവരുടെ കുടുംബത്തിൻ്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവരുടെ ചുമരിൽ വന്ന് വീഴും. ആ സമയത്ത് അവർക്ക് അവരുടെ പാഷനുമായിട്ട് മുന്നോട്ട് പോകാനൊന്നും സാധിക്കില്ല. അവർക്ക് സ്കില്ലുണ്ടായിരുന്നു, പക്ഷേ ആ സ്കില്ലിന് മൂർച്ച കൂട്ടാൻ സാധിച്ചിട്ടില്ല. വേറെ ഏതോ കോണിൽ ജനിച്ചിട്ടുള്ള ഒരു പയ്യൻ ഏകദേശം ഇതേ ഒരു സ്കില്ല് അല്ലെങ്കിൽ ഇതിനേക്കാൾ അല്പം കുറഞ്ഞ ഒരു സ്കില്ലാണെങ്കിൽ പോലും അത് വികസിപ്പിച്ചെടുക്കാൻ അവിടെ ആളുകളുണ്ട്, അവിടെ ഒരു സിസ്റ്റമുണ്ട്. പക്ഷേ ഇവർക്കത് സാധിക്കുന്നില്ല. കുടുംബത്തെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഫുട്ബോൾ എന്ന അവരുടെ പാഷൻ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ച് പഠനത്തിലേക്ക് തിരിയണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവിത മാർഗത്തിലേക്ക് തിരിയണം. പല ഘട്ടങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാവാറുണ്ട്. പല തരത്തിലുള്ള സ്ട്രാറ്റജികൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. 2 സ്റ്റെപ്പ് മുന്നോട്ട് പോകുമ്പോൾ പക്ഷേ പിന്നീട് അടുത്ത നിമിഷം 3 സ്റ്റെപ്പ് പിന്നോട്ട് പോകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പണം ഒരു ഹാർഷ് റിയാലിറ്റിയാണ്. പണം പലപ്പോഴായിട്ട് ചിലവഴിച്ചിട്ടുണ്ട്, പക്ഷേ ആ ചിലവഴിച്ചതൊന്നും കാര്യമായിട്ട് ഒരു പ്രയോജനവും ചെയ്തിട്ടില്ല. പണം ചിലവഴിക്കുന്നതൊക്കെ ഇന്ത്യ ഏറ്റവും ഉയർന്ന ലെവലുകളിലായിരിക്കും. താഴെത്തട്ടിലേക്ക് ആ പണം ഒരിക്കലും എത്തപ്പെടില്ല. ഒരുപാട് പണം ചിലവഴിച്ച് ഇന്ത്യൻ സൂപ്പർ ലീഗ് കൊണ്ടുവന്നു. പക്ഷേ താഴേക്കിടയിൽ രാജ്യത്തിൻ്റെ മുക്കിനും മൂലയിലുമൊക്കെ അക്കാഡമികൾ കൊണ്ടുവരാൻ ഇന്ത്യ പരാജയപ്പെട്ടു. ആ അക്കാഡമികളിൽ സ്കിൽഡായിട്ടുള്ള അനേകം കോച്ചുമാരെ കൊണ്ടുവരാൻ ഇന്ത്യ പരാജയപ്പെട്ടു. 1, 2, 100, 200, 300 ഒന്നും പോരാ. ഇന്ത്യ പോലുള്ള ഒരു മഹാരാജ്യത്ത് ഹൈലി സ്കിൽഡായിട്ടുള്ള 1000കണക്കിന് കോച്ചുമാരെങ്കിലും ഉണ്ടായിരിക്കണം. ഏറ്റവും കുറഞ്ഞത് ഒരു ജില്ലയിലെങ്കിലും ഒരു പ്രൊഫഷണൽ അക്കാഡമി ഉണ്ടായിരിക്കണം. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ലോവർ ഡിവിഷനിലുമൊക്കെ ആദ്യഘട്ടങ്ങളിൽ പണം പമ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് പമ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
കാരണം അവിടെ കളിക്കുന്ന ആളുകൾക്ക് അവരുടെ ചെറിയ പ്രായത്തിൽ കാര്യമായിട്ടുള്ള പരിശീലനമൊന്നും കിട്ടിയിരുന്നില്ല. കാര്യമായിട്ടൊരു അച്ചീവ്മെൻ്റ് ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ ഇന്ത്യൻ സൂപ്പർ ലീഗിനെയും ലോവർ ഡിവിഷൻ ഫുട്ബോളിനെയും ഒന്നും വലിയ രീതിയിൽ പരിഗണിച്ചില്ല. സൂപ്പർ ലീഗിൽ മത്സരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മകന് ഒരു വലിയ ഭാവി ഉണ്ടാകുമെന്നുള്ള തോന്നൽ പോലും ആളുകൾക്ക് നഷ്ടപ്പെട്ടു. നിലവിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ടോപ്പ് ലെവലിൽ പോലും പണം നിക്ഷേപിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. വലിയ സൂപ്പർ താരങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ ദാരുണമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്നു. അവർക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് അവർ വിവരിക്കുന്നു. അവരുടെ സ്പോൺസേഴ്സിൻ്റെ അഭാവത്തെക്കുറിച്ച് പറയുന്നു. ഇന്ത്യയിലെ പ്രൊഫഷണൽ ക്ലബ്ബുകൾക്ക് ഒരു സീസൺ മുഴുവനും കടിച്ചു തൂങ്ങി പോവുക എന്ന് പറയുന്നത് തന്നെ ഏറെക്കുറെ ഇപ്പോൾ അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരു സീസൺ പൂർത്തിയാക്കുന്നതിന് വേണ്ടി പല ആളുകളുടെയും സാലറി അവർക്ക് പകുതിയായിട്ടോ അല്ലെങ്കിൽ 1/4 കുറയ്ക്കേണ്ടി വരുന്നു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ടോപ്പ് ലെവലിലേക്ക് ഒരു 10,000 കോടിയോ 1,00,000 കോടിയോ ഒക്കെ ഒഴുക്കിയത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം മാത്രമായിരിക്കും കിട്ടുക. ആ പണം ശരിക്കും ഒഴുക്കേണ്ടത് ബോട്ടം ലെവലിലേക്കാണ്. താഴെ തട്ടുകളിലുള്ള ജില്ലകളിലേക്കും ഉപജില്ലകളിലേക്കുമാണ്. അവിടെയുള്ള സ്കിൽഡായിട്ടുള്ള ഏറ്റവും ചെറിയ പയ്യന്മാരെ തിരഞ്ഞെടുക്കണം. അവരുടെ സ്കില്ലുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം. അവിടെയാണ് പണം ചിലവഴിക്കേണ്ടത്. ആ കുട്ടികളുടെ പേരൻസിന് ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ടെൻഷനും ഉണ്ടാകാൻ പാടില്ല. ഇവർ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവരുടെ ഭാവി സുനിശ്ചിതമായിരിക്കുമെന്ന് അവർക്ക് ഉറപ്പ് കിട്ടണം. ഏതൊരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ഫുട്ബോളറിനെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ ഫുട്ബോൾ ലീഗിൽ കളിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയറിനെ പോലെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ലാതെ എന്നാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന, ഏറ്റവും കൂടുതൽ ആരാധകരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ സാധിക്കുമെന്ന് പേരൻസിന് ഉറപ്പ് കിട്ടണം. അത്തരത്തിൽ ഒരു ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ആരും അവരുടെ കുട്ടികളെ ഇങ്ങനെയുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിലേക്ക് ചേർക്കത്തില്ല. ഇന്ത്യൻ ഫുട്ബോൾ നേരിടുന്ന മറ്റൊരു പ്രധാന വെല്ലുവിളി എംടി സ്റ്റേഡിയം പാരഡോക്സ്. ഇന്ത്യയിലുള്ള ആളുകൾ ഉറക്കമുളച്ചിരുന്ന് യൂറോപ്പിലുള്ള പ്രീമിയർ ലീഗുകൾ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ വേൾഡ് കപ്പ് കാണും. പക്ഷേ ഇന്ത്യയുടെ കളി കാണാൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്ലബ് ടീമിൻ്റെ കളി കാണാൻ സ്റ്റേഡിയത്തിൽ കാര്യമായിട്ട് ആരും കാണില്ല. ഒരുപാട് ആളുകൾക്ക് തിങ്ങിയിരിക്കാൻ സാധിക്കുന്ന സ്റ്റേഡിയങ്ങളിൽ ഏതാനും ചില ആളുകൾ മാത്രമായിരിക്കും കളികൾ കാണുന്നത്. ചുരുക്കം ചില ക്ലബ്ബുകളുടെ മത്സരങ്ങൾ കാണാൻ ആളുകളുണ്ടായിരിക്കും. അതുപോലെ ചുരുക്കം ചില സ്ഥലങ്ങളിലും നടക്കുന്ന ഏറ്റവും ലോക്കലായിട്ടുള്ള ഒരു ഫുട്ബോൾ മത്സരം കാണാനും കാണികളുണ്ടായിരിക്കും. കാണികളൊന്നുമില്ലാതെ ഫുട്ബോൾ കളിക്കേണ്ടി വരുന്ന പ്രൊഫഷണൽ ഫുട്ബോളേഴ്സിൻ്റെ അവസ്ഥയൊന്നും നിങ്ങൾ ചിന്തിക്കണം. ഞങ്ങൾ കളിക്കുന്ന ഈ കളികൾ കാണാൻ ആർക്കും താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഇത് കളിക്കുന്നതെന്നുള്ള ഒരു ചിന്ത പോലും അവരിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഒരു സ്പോർട്സ് ഇവൻറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് കൂടി സംസാരിക്കണം. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനാണ്. ഇൻ്റർനാഷണൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. അതിലുള്ള എല്ലാ ആളുകളെയും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇന്ത്യക്കാർക്കും അറിയാം. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റ് എടുത്തു കഴിഞ്ഞാലോ, രഞ്ജി ട്രോഫി എടുത്തു കഴിഞ്ഞാലോ 20-ലധികം ക്രിക്കറ്റ് ടീമുകളുണ്ട്. എന്നാൽ ഇതിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ടീം അംഗങ്ങളെയൊക്കെ ഇന്ത്യയിലുള്ള ആളുകൾക്കറിയാം. അതും കഴിഞ്ഞ് IPLലേക്ക് പോയാലോ, അവിടെ ബെഞ്ചിലിരിക്കുന്ന പ്ലെയേഴ്സിനെ പോലും ഇന്ത്യയിലെ പല ആരാധകർക്കും അറിയാം. അവരുടെയൊക്കെ ഏറെക്കുറെ ഫാൻ കൂടിയാണ് ഇന്ത്യയിലുള്ള പല ആളുകളും. അതൊക്കെ നമുക്ക് കളയാം. ഓരോ സിറ്റികൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഓരോ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചും 2020 ലീഗുകളുണ്ട്. ആ ലീഗുകളിൽ പങ്കെടുക്കുന്ന ടീമുകളെയും അതിലുള്ള പ്ലെയേഴ്സിനെ ആരാധിക്കുന്ന ആരാധകർ പോലും നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത് മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അതായത് ദൈനംദിന ജീവിതം ജസ്റ്റ് കഷ്ടിച്ച് കഴിഞ്ഞുകൂടാൻ സാധിക്കുന്ന കുടുംബങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരൊക്കെ സ്വപ്നം കാണുന്നത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ജീവിതമാണ്. അവരുടെ മക്കളിലൂടെ അതൊക്കെ നേടിയെടുക്കാമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കൂട്ടം ആളുകൾ, ഒരു വലിയ കൂട്ടം ആളുകൾ ആ പ്രതീക്ഷയൊക്കെ വെച്ച് പുലർത്തുന്നത് വിദ്യാഭ്യാസത്തിലാണ്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് മകന് മികച്ച ജോലി കിട്ടുമെന്നും ആ ജോലിയിലൂടെ ഒരു കോടീശ്വരനായി തൻ്റെ കുടുംബത്തിന് തന്നെ മാറാൻ സാധിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. എന്നാൽ വേറെ കുറേ ആളുകളുണ്ട് സ്പോർട്സിലൂടെ നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നവർ. എന്നാൽ അതിൽ ഏകദേശം 100% ക്രിക്കറ്റിനെ മാത്രം സ്പോർട്സായിട്ട് കരുതുന്ന ആളുകളാണ്. കാരണം ഒരു ഇരുണ്ട ടണലാണെങ്കിൽ പോലും ആ ടണലിൻ്റെ അങ്ങേയറ്റത്ത് പ്രകാശത്തിൻ്റെ ഒരു ബിന്ദു അവർക്ക് കാണാൻ സാധിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു അംഗമാകേണ്ട ആവശ്യമൊന്നുമില്ല. IPL ഒന്ന് കളിക്കാൻ സാധിച്ചാൽ മതി.
ക്രിക്കറ്റ് ഇത്രയും വലിയൊരു ക്യാൻവാസ് സമ്മാനിക്കുന്നത് കൊണ്ട് തന്നെ ശരാശരി ജീവിതം നയിച്ചു പോകുന്ന മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആളുകൾ സേവ് ചെയ്യുന്ന പണം അവർ വിദ്യാഭ്യാസത്തിന് പുറമെ ഇത്തരം ക്രിക്കറ്റ് കിറ്റുകൾ മേടിക്കാനും ഏതെങ്കിലും ഒരു മികച്ച അക്കാഡമിയിൽ അഡ്മിഷൻ മേടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അത്തരത്തിൽ ദിനംപ്രതി അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന ഫാമിലികളുടെ എണ്ണം അത് ഇന്ത്യയിൽ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവർ ഫുട്ബോളിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിലോ അവർക്ക് സോഷ്യൽ മീഡിയയിലും വാർത്താമാധ്യമങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെക്കുറിച്ചാണ്. ഏറ്റവും മികച്ച ഫുട്ബോൾ പ്ലേയേഴ്സിന് പോലും അവർക്ക് അർഹമായിട്ടുള്ള സാലറി കിട്ടുന്നില്ല, അവർക്ക് സ്പോൺസേഴ്സിനെ കിട്ടുന്നില്ല. വലിയ പ്രൊഫഷണൽ ക്ലബ്ബുകൾ പോലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ സാമ്പത്തികമായിട്ടുള്ള ഒരു കടക്കെണിയിലേക്ക് തള്ളിവിടാൻ സാധിക്കുന്നത്? നമ്മൾ അങ്ങ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതൊക്കെ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന മനുഷ്യരെയാണ്. പക്ഷേ ഇതിനിടയിൽ വളരെ ചെറിയ തുരുത്തുകളുണ്ട്. ആ തുരുത്തുകളിലുള്ള ആളുകൾ ക്രിക്കറ്റിനേക്കാൾ കൂടുതൽ ആരാധിക്കുന്നത് ഫുട്ബോളിനെയാണ്. ഇന്ത്യയിലെ പ്രശസ്തരായിട്ടുള്ള ക്രിക്കറ്റേഴ്സിനേക്കാൾ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നത് അവരുടെ ലൊക്കാലിറ്റിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലോക്കൽസ് ആയിട്ടുള്ള ഫുട്ബോളേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലുള്ള ആളുകളെ ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു തുരുത്താണ് നോർത്ത് ഈസ്റ്റ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളാണ് ശരിക്കും ഇന്ത്യയുടെ എൻജിനായിട്ട് പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ഏകദേശം പകുതിയോളം വരും നോർത്ത് ഈസ്റ്റിലുള്ള ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ എണ്ണം. പക്ഷേ അവിടെ കാര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നുമില്ല. 5ഉം 10ഉം വയസ്സും ഒക്കെ തള്ളിക്കളയാം. അത്യാവശ്യം പ്രായമായാൽ പോലും നല്ലൊരു അക്കാഡമിയിൽ പോയി പരിശീലനം കിട്ടണമെങ്കിൽ അവർ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് മുംബൈയിലോ ബംഗളൂരു പോലുള്ള സ്ഥലങ്ങളിലോ എത്തിച്ചേരണം. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും അല്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബംഗാളിലെത്താം. ബംഗാളാണ് ഫുട്ബോളിൻ്റെ മറ്റൊരു ഈറ്റില്ല. അവിടെയും ഫുട്ബോളിനെ വർഷങ്ങളായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനങ്ങളുണ്ട്. ഈ കഴിഞ്ഞ തലമുറ മാത്രമല്ല, അതിനു മുമ്പുള്ള തലമുറകൾ പോലും ഫുട്ബോളിനെ നെഞ്ചിലേറ്റി ലാളിച്ചിരുന്നു. ഒരുപാട് വർഷങ്ങളായി പഴക്കമുള്ള നല്ല ചരിത്രമുള്ള ഫുട്ബോൾ ക്ലബ്ബുകൾ പോലും ബംഗാളിലുണ്ട്. മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളുമൊക്കെ അതിൻ്റെ മികച്ച ഉദാഹരണങ്ങളാണ്. ചരിത്രപരമായിട്ടും ബംഗാളിന് ഫുട്ബോളിൻ്റെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. 1911 അവരൊരു ബ്രിട്ടീഷ് ഫുട്ബോൾ ടീമിനെ പരാജയപ്പെടുത്തിയിരുന്നു. ബ്രിട്ടീഷ് ഫുട്ബോൾ ടീം ബൂട്ടൊക്കെ ഇട്ട് കളിക്കാൻ ഇറങ്ങിയപ്പോൾ നഗ്നപാതരായിട്ടാണ് അന്ന് ബംഗാളികൾ കളത്തിലിറങ്ങിയത്. അവരെ അന്ന് പരാജയപ്പെടുത്താൻ ബംഗാൾ ടീമിന് സാധിച്ചിരുന്നു. മറ്റൊരു തുരുത്ത് നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളമാണ്. ഫുട്ബോളിനെ ഇത്രയധികം നെഞ്ചിലേറ്റിയ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ടാകില്ല. ഫുട്ബോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ഭ്രാന്താണ് മലയാളികൾക്ക്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും ഈ തുരുത്തുകളിലൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒന്നുമില്ല. കോർപ്പറേറ്റിൻ്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അത്യാവശ്യം പണമൊക്കെ പമ്പ് ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷേ അതൊന്നും ബംഗാളോ നോർത്ത് ഈസ്റ്റോ കേരളമോ ഒന്നുമല്ല. പ്രധാനമായിട്ടും ഫണ്ടിങ് നടക്കുന്നത് ഡൽഹിയിലും മുംബൈയിലും ബംഗളൂരിലുമൊക്കെയാണ്. അവിടെ വരെ പോയി പരിശീലനം നേടുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത്രയധികം പണവും പാഷനുമുള്ള ആളുകളായിരിക്കണം. മറ്റൊരു പ്രശ്നം ചില ഇന്ത്യൻ ബ്യൂറോക്രാറ്റിക് റൂൾസാണ്. ചെറിയ ചില രാജ്യങ്ങളുണ്ട്, അവർ കാര്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഫുട്ബോൾ മേഖലകളിൽ നടത്താറില്ല. പക്ഷേ അവർക്ക് മികച്ച ടീമുകളുണ്ട്. അതിൻ്റെ കാരണം ആ പ്രദേശത്ത് അല്ലെങ്കിൽ ആ രാജ്യത്ത് പരിശീലനം കിട്ടിയിട്ടുള്ള കളിക്കാരല്ല. വിദേശ രാജ്യങ്ങളിൽ പോയി വർഷങ്ങളോളം താമസിച്ച് അവിടുത്തെ പൗരത്വം എടുത്ത് അവിടെ പരിശീലനം നേടി തിരികെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി മാത്രം അവരുടെ ജന്മനാട്ടിലേക്ക് മടങ്ങി വരുന്ന ഒരു വലിയ കൂട്ടം ആളുകളാണ്. മൊറോക്കോയും നമ്മുടെ ഏഷ്യയിൽ തന്നെയുള്ള ഇന്തോനേഷ്യയുമൊക്കെ ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ്. ഈ അടുത്തിടയ്ക്കാണ് ഇന്തോനേഷ്യൻ ടീം അവരുടെ നാഷണൽ ടീമിനെ മൊത്തത്തിലൊന്ന് അഴിച്ചുപണിതത്. ഇന്തോനേഷ്യയുടെ തന്നെ വേരുകളുള്ള ഒരുപാട് ആളുകൾ വിദേശത്ത് കുടിയേറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറിയിട്ടുണ്ട്. അവിടെ കാലങ്ങളായിട്ട് ജീവിച്ചു വന്ന അവരുടെ ഉള്ളിൽ അപ്പോഴും രാജ്യത്തോടുള്ള ഒരു സ്നേഹവും മമതയുമുണ്ട്. യൂറോപ്പിൽ കുറേയധികം നാൾ ഉണ്ടായിട്ടും യൂറോപ്യൻ ടീമിൽ അംഗത്വം കിട്ടാൻ പ്രയാസപ്പെടുന്ന കളിക്കാരുണ്ട്. പക്ഷേ അവർ ഹൈലി സ്കിൽഡ് ആയിരിക്കും. അവർക്ക് മികച്ച രീതിയിലുള്ള പരിശീലനമായിരിക്കും ആ വിദേശ രാജ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരിക്കുക. എന്നാൽ അവരവരുടെ സ്വന്തം രാജ്യത്തേക്ക് അല്ലെങ്കിൽ അവരുടെ പൂർവികരുടെ രാജ്യത്തേക്ക് മടങ്ങി വരികയാണെങ്കിൽ, അവിടെ അവർക്ക് ഫുട്ബോൾ കളിക്കാൻ അവസരം കിട്ടുകയാണെങ്കിൽ അതിലൂടെ അവർക്ക് നാഷണൽ ടീമിൽ പങ്കെടുക്കാനും ഒരുപക്ഷേ വേൾഡ് കപ്പിൽ പോലും ബൂട്ടണിയാൻ അവസരം കിട്ടിയേക്കും.
അതിൻ്റെ അടിസ്ഥാനത്തിൽ അനവധി പ്ലെയേഴ്സ് അവരുടെ നേറ്റീവ് കൺട്രിയിൽ വന്ന് അവരുടെ രാജ്യത്തിൻ്റെ നാഷണൽ ടീമിലെ അംഗമായി മാറുന്നു. വിദേശ രാജ്യങ്ങളിൽ പോയി ജോലിയെടുക്കുകയും അവിടുത്തെ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ PR നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക നമ്മുടെ ഇന്ത്യക്കാർ തന്നെ ആയിരിക്കും. ഇന്ത്യക്കാരാണ് ജനസംഖ്യയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതും അവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ PR സംഘടിപ്പിക്കാൻ സാധിക്കുന്നതും അവർക്കാണ്. പക്ഷേ അങ്ങനൊരു സിറ്റിസൺഷിപ്പ് കിട്ടി അവിടെ പരിശീലനത്തിൽ ഏർപ്പെടുന്ന ആളുകൾ ആരും ഇന്ത്യയിൽ വന്ന് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കാറില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇന്ത്യൻ ബ്യൂറോക്രാറ്റിക് റൂളാണ്. ഇന്ത്യയിലെ റൂൾ അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരിക്കലും 2 സിറ്റിസൺഷിപ്പ് കിട്ടില്ല. യൂറോപ്പിലെ സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ള ഒരു ജോലിയും അവിടുത്തെ ഫുട്ബോൾ ക്ലബ്ബുകളിലെ അംഗത്വവും ഒക്കെ ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും ഇന്ത്യയിലേക്ക് പറിച്ചു നടപ്പെടാൻ ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിൽ വന്ന് ദീർഘനാൾ താമസിച്ച് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായി വേൾഡ് കപ്പിലും അല്ലെങ്കിൽ വേൾഡ് കപ്പ് ക്വാളിഫയിങ് മാച്ചസിലുമൊക്കെ മത്സരിക്കണമെങ്കിൽ അവർക്ക് അവരുടെ യൂറോപ്യൻ പാസ്പോർട്ട് ഇവിടെ സറണ്ടർ ചെയ്യണം. അങ്ങനെ സറണ്ടർ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർ യൂറോപ്യൻ സിറ്റിസൺ അല്ല. യൂറോപ്പിൽ പോകണമെങ്കിൽ അവിടുത്തെ ക്ലബ്ബുകളുടെ ഭാഗമായി മാറണമെങ്കിൽ അവർക്ക് അവിടുത്തെ വിസ എടുക്കണം. അതത്ര എളുപ്പമുള്ള ഒരു പ്രോസസ്സൊന്നുമല്ല. ഇതൊക്കെയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം നേരിടുന്ന പ്രശ്നമെങ്കിൽ എങ്ങനെയാണ് ഭാവിയിൽ വേൾഡ് കപ്പ് നടക്കുന്ന ഒരു വേദിയിൽ ഇന്ത്യയുടെ നാഷണൽ ആന്തം മുഴങ്ങിക്കേൾക്കാൻ നമുക്ക് സാധിക്കുന്നത്? അതിന് നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പണിയെടുക്കണം. നിലവിലുള്ള ഇന്ത്യൻ ടീമിൻ്റെ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഉടനെ ക്വാളിഫയിങ് റൗണ്ടിലേക്ക് കയറാനോ അല്ലെങ്കിൽ കപ്പെടുക്കാനോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളോട് ഒന്നും മത്സരിക്കാനോ സാധിക്കില്ല. അതിന് കുറേയധികം വർഷങ്ങൾ വേണ്ടി വരും. ഏറ്റവും കുറഞ്ഞത് 20 വർഷത്തെ ഒരു പ്ലാനെങ്കിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ആ പ്ലാനിങ് അടിക്കടി മാറാൻ പാടില്ല. നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആദ്യം ഉണ്ടാക്കും, എന്നിട്ട് അടുത്ത ഇലക്ഷനിൽ പുതിയ പ്രസിഡന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ പ്ലാൻ അപ്പാടെ മാറ്റി പുതിയൊരു പ്ലാനിങ്ങിലേക്ക് പോകും. എന്നിട്ട് ഇവിടുത്തെ മുഴുവൻ കോലാഹലങ്ങളും നടക്കുന്നത് ടോപ്പ് ലെവലിൽ മാത്രമാണ്. കോച്ചിനെ മാറ്റുന്നു, മാനേജ്മെൻറ്റിനെ മാറ്റുന്നു, ടീമിൽ പല മാറ്റങ്ങൾ വരുത്തുന്നു, അവർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങളിൽ മാറ്റം വരുത്തുന്നു. ടോപ്പ് ലെവലിൽ നടക്കുന്ന മാറ്റങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ മാറ്റങ്ങൾ നടക്കണം. അതിന് നമുക്ക് പണി അറിയാവുന്ന ആയിരക്കണക്കിന് കോച്ചസ് വേണം. ആ കോച്ചസിന് പെരുമാറാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഫഷണലായിട്ടുള്ള അക്കാഡമികൾ വേണം. ആ അക്കാഡമികളിലേക്ക് കുട്ടികളെ ആകർഷിക്കാൻ സാധിക്കണം. മികച്ച സ്കൗട്ട് സിസ്റ്റം ഉണ്ടായിരിക്കണം. ആ സ്കൗട്ടുകൾക്ക് പല ഗ്രാമങ്ങളിലും പോയി ഏറ്റവും സ്കിൽഡായിട്ടുള്ള 5ഉം 6ഉം 7ഉം വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളെ തിരഞ്ഞു പിടിക്കാനും അവരെ ഈ അക്കാഡമിയിലേക്ക് കൊണ്ടുവരാനും സാധിക്കണം. പിന്നീടുള്ള അവരുടെ മുഴുവൻ ചെലവുകളും ആ അക്കാഡമി ആയിരിക്കണം വഹിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് വേണം നമ്മൾ ഫണ്ട് ചിലവഴിക്കാൻ. അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമുക്കുള്ളതെങ്കിൽ ഒരു 15-20 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും നമുക്കും വേൾഡ് കപ്പ് കളിക്കാൻ സാധിച്ചേക്കും. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനമായും നമ്മുടെ സംസ്കാരം തന്നെ മാറണം. നമ്മുടെ രാജ്യം ഒരു സ്പോർട്ടിംഗ് നേഷനേ അല്ല. സ്പോർട്സിനോട് ആരാധനയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊരു സ്പോർട്ടിംഗ് നേഷനാണെന്നല്ല. ക്രിക്കറ്റിനെ പോലും ആരാധിക്കുന്ന ആളുകൾ ശരിക്കും ഒന്ന് ക്രിക്കറ്റ് പോലും കളിക്കാറില്ല. വലിയ രീതിയിൽ ശാരീരികമായിട്ടുള്ള ഒരു പ്രയത്നമൊന്നും ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി വരില്ല, ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ. ശാരീരികമായിട്ടുള്ള അധ്വാനം അത്യാവശ്യം ആവശ്യമുള്ള സ്പോർട്സിംഗ് മേഖലകളിലാണെങ്കിൽ പോലും യൂറോപ്യൻ പ്രീമിയർ ലീഗുകൾ കാണുന്നതിൽ മാത്രമായിരിക്കും നമ്മുടെ ശ്രദ്ധ. അല്ലാതെ ചെറിയ പ്രായത്തിൽ തന്നെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി കളിക്കുന്നവർ വളരെ കുറവാണ്. നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ കളിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന മഹാരാജ്യം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഫുട്ബോൾ സ്ഥിരമായി കളിക്കുന്ന ആളുകളുടെ എണ്ണം പോലും വളരെ കുറവാണ്. ക്രിക്കറ്റ് ഇവിടെ ഒരു മതം പോലെയാണ്, ഒരു വികാരമാണ്. അത്തരത്തിലുള്ളൊരു വികാരമായിട്ട് സകല സ്പോർട്സുകൾ മാറണം. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് മാറണം. അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. അതിന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് ഓറിയൻറ്റേഷൻ കൊടുക്കണം. കുട്ടികൾക്ക് മാത്രം കൊടുത്തുകൊണ്ട് കാര്യമില്ല, അവരുടെ പേരൻസിനും കൊടുക്കേണ്ടി വരും. ഇതൊന്നും നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ എക്കാലത്തേക്കും ഉറങ്ങിക്കിടക്കുന്ന ഒരു വലിയ ഭീമനായി മാത്രം ഇന്ത്യ അവശേഷിക്കും. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ആ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ റേറ്റ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ
MEMORY20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.